പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച ഒരു വിഷയമാണ് രാവിലെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ. വാഗ്ദത്തമുള്ള ദൈവമക്കളെ തകർക്കാൻ ദൈവം വിട്ടുകൊടുക്കയില്ല. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമുള്ളവരാ നമ്മൾ. അതിന് ഉദാഹരണമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയ വിഷയമാണ്. 12-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. മതി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചു കേട്ടത് വാഗ്ദത്തമുള്ള പത്രോസിനെ ഇപ്പോൾ കാരാഗ്രഹത്തിലാക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ ഗൂഢാലോചനയുടെ പിന്നിലാണ്. ഒന്നാമത്തെ ഗൂഢാലോചന, ഒന്ന് ഹെരോദാവാണ്, 2 യഹൂദന്മാരാണ്. യഹൂദന്മാർക്ക് പ്രതീക്ഷയാ ഇവനെ ഇനിയും ശവമായിട്ട് വെളിയിൽ കൊണ്ടിരിക്കുക. ഒരു കാര്യം ഓർത്തോ, ദൈവമക്കൾ ഓർത്തോണം, വാഗ്ദത്തമുള്ളവരെ ശവമാക്കാൻ നോക്കുന്ന, തകർക്കാൻ നോക്കുന്ന, ഹല്ലേലൂയ, ശക്തികളുടെ മേൽ ജയമെടുക്കുന്ന അത്യുന്നതന്റെ ശക്തിയും അത്യുന്നതനും ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. പത്രോസിനെ നിങ്ങൾക്ക് അറിയാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തില പത്രോസ് പറയാ, നമുക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. എവിടാ? മീൻ പിടിക്കാൻ. സ്തോത്രം. അവിടെ ദൈവം വെളിപ്പെടും നമുക്ക് കാണാൻ കഴിയും. അവസാനം പത്രോസിനോട് ദൈവം ഒരു ആലോചന പറഞ്ഞു. യേശു പറഞ്ഞ ആലോചന അതിൻ്റെ 19-18 വാക്യത്തിൽ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വയസ്സനായ ശേഷം ദൈവം ഒരു വാഗ്ദത്തമുള്ളൊരു ദൈവത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിനു മുമ്പേ തകർക്കാൻ ശത്രുവിനെ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കണം, നമ്മളെല്ലാവരും വാഗ്ദത്തമുള്ളവരാ, ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുള്ളവരാ. അല്ലാതെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനുള്ളവരല്ല. ചിലരെ അഭിഷക്ത ശക്തിയോടെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ പഠിപ്പല്ല ദൈവം നോക്കുന്നത്, നിന്റെ വിദ്യാഭ്യാസമല്ല നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പഠിപ്പില്ലാത്ത പത്രോസിനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ ദൈവത്തിന് വാഗ്ദത്തമുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ വരെ, പ്രൈസ് ദി ലോർഡ്, ഇരിക്കുന്നവരെ വരെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ അഭിഷക്ത ശക്തിയോടെ, അഭിഷേകത്തിന്റെ ശക്തിയോടെ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. ഇത് ഏലിയാവിന്റെ സഭയാകട്ടെ, ഏലിയാവിന്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആലയമാകട്ടെ, ഏലിയാവിന്റെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഏലിയാവിന്റെ പ്രവാചക സഭയിൽ പ്രൈസ് ഗോഡ് ആരെ എഴുന്നേൽപ്പിച്ചത്? പ്രൈസ് ദി ലോർഡ് എലീശായെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ ഓർക്കണം, നമ്മുടെ സഭയിലൊക്കെ എന്നും വിശ്വാസിയായിട്ടിരിക്കാനല്ല, അങ്ങ് മൂത്തിരിക്കാനല്ല, ഞാൻ ഇത്ര വർഷമായി എന്ന് പറഞ്ഞിരിക്കാനല്ല, ഞങ്ങളാ ഇവിടുത്തെ ഒന്നാമത്തെ മൂപ്പനെന്ന് പറഞ്ഞിരിക്കാനല്ല, മൂത്തിരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേക ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ ഈ സഭയ്ക്ക് കൃപയുണ്ട് ദൈവമക്കളെ. ഇത് കോരിന്ത്യ സഭയാ, കൃപയുള്ള സഭയാ, സാക്ഷിയുള്ള സഭയാ, സാക്ഷിയെ ഇല്ലാതാക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആദ്യം എഴുതിയിരിക്കുന്ന ആ കാലത്ത്, ഹെരോദാവിൻ്റെ കാലം, യേശു ജനിച്ച കാലത്ത് തകർക്കാൻ നോക്കിയവന്റെ പിൻഗാമിയായവൻ. മനസ്സിലായോ? ഹെരോദാവ് ദേശാധിപതിയാ, ദേശശക്തിയാ, ദേശത്തെ വാഴ്ചയാ.
നിങ്ങൾക്കറിയാമോ ഇവിടെ ദേശത്ത് വാഴ്ച ഉണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വാഴ്ചകളെ ജയിച്ചവന്റെ മക്കളുടെ ഇരിപ്പ് കണ്ടില്ലേ? യേശുവിന്റെ നാമത്തിൽ സകല വാഴ്ചകളെ തകർത്തവനാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ പുനരുത്ഥാന ശക്തിയോട് ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തിയാ വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തി. ആ ശക്തി ഒന്ന് വ്യാപരിച്ചാൽ ഹല്ലേലൂയ. ചില ദേശാധിപതിയുടെ ഗൂഢാലോചനകൾ, ദേശാധിപതിയുടെ ശക്തികൾ ഇന്ന് പകൽ തകരുകയാ. ഒരുത്തനെ തകർത്തു, യാക്കോബിനെ തകർത്തു. എന്നാൽ എല്ലാവരെയും തകർക്കാൻ പിശാച് നിനക്ക് ഹല്ലേലൂയ നിന്റെ പദ്ധതി പൊളിക്കുന്നവൻ ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ വന്നു കഴിഞ്ഞു. ഒരു വിടുതൽ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹെരോദാവ് പരീക്ഷന്മാരെ കൂട്ടി എന്തെന്നറിയാമോ? യേശുവിൻ്റെ അടുത്ത് വിട്ടു. പരീക്ഷന്മാർ പറയുക, പ്രൈസ് ദി ലോർഡ്, ആടോ നീ ഇവിടുന്ന് പൊക്കോ, ഹെരോദാവ് നിന്നെ കൊല്ലാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ആ കുറുക്കനുണ്ടല്ലോ, അവനോട് ചെന്ന് പറഞ്ഞുതരാ, ഇന്നും നാളെ ഒക്കെ ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങളും രോഗശാന്തിയൊക്കെ നടത്തുമെന്നേ. ഇന്നിവിടെ ചില അത്ഭുതം നടക്കണം. ഈ സഭയിൽ അത്ഭുതം നടക്കണം. രോഗശാന്തി വെളിപ്പെടണം. രോഗമിട്ട് തകർക്കാൻ, മൂക്കി പഞ്ഞുവെക്കാൻ നോക്കുന്ന ദുഷ്ടപിശാചേ, രോഗത്തെ ഹല്ലേലൂയ ജയിച്ചവൻ ഹല്ലേലൂയ എന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ രോഗമല്ല വലുത്, രോഗം ശീലിച്ചവനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. പ്രൈസ് ഗോഡ്. ഈ ദേശാധിപതിയായിപ്പോ ഒരാളെ തകർത്തു. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ തകർക്കാൻ പറ്റില്ല. പ്രൈസ് ഗോഡ്. അവന് 2 ലേഖനങ്ങൾ എഴുതാനുണ്ടെന്നേ, ചിലതൊക്കെ എഴുതാനുണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ എഴുതാനുള്ള കൃപ വരെ തരുമെന്നാണ് ദൈവം ഓർപ്പിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ അഭിഷേകം ഇവിടെയുള്ള കുഞ്ഞുങ്ങളിലെല്ലാം ഹല്ലേലൂയ പകരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അഭിഷേകമില്ലാത്തവൻ ആത്മീയനല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വാക്തത്വമുള്ളവനെ ഇപ്പോ അകത്തളത്തിൽ ബന്ധിച്ചിട്ടിരിക്കുക. പെസഹായൊന്ന് കഴിയട്ടെന്ന്. നീ നാളും നാഴികയും വെച്ച് നോക്കിയിരുന്നാലും, നീ ഒരാളെ തകർക്കാൻ നാളും നാഴികയും വെച്ച് നോക്കിയിരുന്നാലും ഓർത്തോ, പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപദ്രവിക്കുന്ന ശത്രുവാകുന്ന ഹെരോദാവേ, 1 ഉപദ്രവിക്കുന്ന ശത്രു, 2 കാവൽ നിൽക്കുന്ന ചേവകർ, 3 പ്രൈസ് ദി ലോർഡ് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന സഭ, 4 വിടുവിക്കുന്ന ദൈവം. ഇന്ന് പകൽ ഇവിടെ ദൂതം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാമോ? ഈ വചനം, ഈ ഹല്ലേലൂയ ശബ്ദം കേൾക്കുന്ന എത്ര കർണപുടങ്ങളുണ്ടോ, എത്ര ചെവികളുണ്ടോ, നിന്റെ കുടുംബത്തിലേക്ക് വചനം പോകും. നിന്റെ തലമുറ ഇരിക്കുന്ന സ്ഥാനം, നിന്റെ തലമുറ എവിടെ ഇരിക്കുന്നുവോ, എവിടെ കുടുംബമായിരിക്കുന്നുവോ, എവിടെ പാർക്കുന്നുവോ, അവിടേക്ക് ഈ വചനം ഓടും. അതിവേഗമോടുന്ന വചനം, അതിവേഗമോടുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. വചനമയച്ച് സൗഖ്യമാക്കുന്ന, വചനമയച്ച് നിന്നെ കുഴികളിൽ നിന്ന് ഉയർത്തുന്ന, നിന്നെ കുഴിയിലാക്കാൻ നോക്കുമ്പോൾ ഈ കുഴിയിൽ നിന്ന് കരകയറ്റുന്ന വചനം, കരകയറ്റുന്ന ദൈവ ശബ്ദം എന്നത് നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സമയം കണക്ക് കൂട്ടി വച്ചിരിക്കുക. തടവിലാക്കിയിരിക്കുമ്പോൾ എന്തെന്നറിയാമോ? സഭ പ്രാർത്ഥിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന സഭയാകട്ടെ.
അവൻ അഗ്നിജ്വാലകത്തെ കണ്ണുകൊണ്ട് ഇന്ന് അതിന്റെ നടുവിൽ നിൽപ്പുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളും നിന്റെ മനസ്സിന്റെ ചിന്തകളും ഗൂഢാലോചന വരുന്ന കാണുന്ന അഗ്നിജ്വാലകത്തെ കണ്ണുള്ള മാത്രമല്ല, മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്ന മുഖം ഇരുട്ട് മാറ്റുന്നവൻ, നിന്റെ ലജ്ജ മാറ്റുന്നവൻ, നിന്റെ തല നിവരെ നിർത്തുന്ന ആ പ്രകാശമാനമായവൻ, നീതി സൂര്യനായവൻ, സൂര്യശോഭയുള്ളവൻ, അവങ്കിലേക്ക് നോക്കിയിരുന്നാൽ നിന്റെ അന്ധകാരം മാറാൻ പോകുക. നിന്റെ വീട്ടിലെ അന്ധകാരം, നിന്റെ ഹൃദയത്തിലെ അന്ധകാരം സ്വർഗം മാറ്റാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. യഹൂദന്മാരുടെ ഒരു ഗൂഢാലോചനയുണ്ട്. യഹൂദന്മാരാരാണെന്ന് അറിയണമെങ്കിൽ 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ഒന്ന് വായിക്കും. യഹൂദർ കർത്താവായ യേശുവിനെയും ആ പ്രവാചകന്മാരെയും കണ്ടോ കൊന്നവര്, ഞങ്ങളെ ഓടിച്ച്, കണ്ടോ പൗലോസിനെ ഓടിച്ചു കളഞ്ഞവർ. എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർ. നിൽക്കണ്ട അവിടെ. ദൈവമക്കൾ ദൈവത്തെ പ്രസാദിപ്പിക്കാവൂ, മനുഷ്യനെ പ്രസാദിപ്പിക്കരുത്. മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ നീ ദൈവദാസനുമല്ല, ദൈവ പൈതലുമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പട ചേർത്തവനുണ്ട്. നമ്മളൊക്കെ പടയാളികളാണ് കേട്ടോ. പടയാളികളെ ഇരിപ്പ് കണ്ടില്ലേ? മണവാട്ടി മഞ്ഞ് ഇരിക്കുക, ശരീരം ഉടയരുത്. പ്രൈസ് ദി ലോർഡ്. പട ചേർത്തവൻ സ്വർഗമാണെങ്കിൽ പടയാളിയാണ് നാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങൾ ഇടപെടരുത്. നീ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിന്റെ കുടുംബത്തിൻ്റെയും വീടിൻ്റെയും മക്കളുടെയും സകല കാര്യങ്ങളും നോക്കാൻ സ്വർഗത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, സ്വർഗീയ ഗവൺമെന്റ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം സകലതും കരുതി വെച്ചിട്ട് ഇറക്കിയിരിക്കുന്നത്. അവൻ കരുതുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ യഹൂദന്മാരുടെ പരിപാടി കണ്ടോ? നിങ്ങൾ അടി വരച്ചോണം. ബാക്കിയുള്ള വായിച്ച പാസേ കണ്ടോ? സകല മനുഷ്യർക്കും വിരോധികളും കണ്ടോ? യുവജാഴ പറയുന്ന വിലക്കുന്നവരുണ്ട്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ, ഇങ്ങനെ പറയുന്ന പാർട്ടികളുണ്ട് കേട്ടോ. അതൊക്കെ അടുത്തൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത ആകാവ് കൊട്ടാരം വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ നോക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, ഈ ചീരത്തോട്ടം സീസൺ കൃഷിയാ. ഇപ്പം ചീരയുണ്ട്, ഒരു കാലത്ത് പിന്നെ ചീര കാണാനേ ഇല്ല. ഇതുപോലെ വല്ലപ്പോഴും സ്വത്രം, വല്ലപ്പോഴും ഒരു ആരാധന. ഇന്നിവിടെ തുള്ളിയച്ച് പോയാൽ വീട്ടിൽ ചെന്നാൽ ഉറക്കം. പ്രാർത്ഥനയില്ല, അഭിഷേകവും ഇല്ല. ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും അന്യഭാഷയുണ്ട്. വീട്ടിൽ ചെന്നിരുന്നാൽ അന്യഭാഷയില്ല, പ്രാർത്ഥനയില്ല. പ്രാർത്ഥന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പ്രാർത്ഥന ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരാണ്. പുതിയ നിയമത്തില പ്രാർത്ഥന 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 എന്ന് കാണുന്നത്. പഴയ നിയമത്തിൽ വിളിച്ചപേക്ഷിക്കുക, കരയുക, നിലവിളിക്കുക നോക്കുക. പ്രാർത്ഥന ഹൃദയവും ദൈവമായിട്ടുള്ള ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഓർത്തോണം, ഇന്നൊരു മൂടില്ല കേട്ടോ, ഒരു ആത്മനിയോഗമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമില്ലെങ്കിൽ ഓർത്തോണം, അവൻ എഴുന്നേറ്റിട്ടുണ്ട്. മനസ്സിലായോ? എന്തിനാ? ഈ കല്ലുകളെയെല്ലാം ചതറിക്കാൻ. രൂപേൻ കല്ല് അവിടെ കിടക്കണം, ശിമയോൻ കല്ല് ഇവിടെ കിടക്കണം. ഓരോ കല്ലുകളെ അകത്താൻ നോക്കുന്ന, ആത്മീയ മണ്ഡലത്തെ തകർക്കാൻ നോക്കുന്ന, ഐക്യതയെ തകർക്കാൻ നോക്കുന്ന ബാലിന്റെ ശക്തിയും ഇസബേലിയ ശക്തികളും അന്യാരാധന ശക്തികളും ദൈവത്തിനും ദൈവജനത്തിനും ഹല്ലേലൂയ കുടുംബങ്ങൾക്കും എതിരായി ഭിന്നതയുണ്ടാക്കുന്ന അന്ധകാര പൈശാചിക ദേശാധിപരുടെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ എടുക്കുക.
ഇസബേലിനെ തകർക്കണമെങ്കിൽ ഏലിയാവിൻ്റെ മേൽ കൊടുത്ത ആത്മാവ് പോരാ. പ്രൈസ് ദി ലോർഡ്. ഏലീശയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. ഇരട്ടി പങ്കുണ്ടെങ്കിൽ അവളെ തള്ളിയിടാൻ പറ്റുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ശക്തി പുതുക്കിയെടുക്കുമെങ്കിൽ ചിലതൊക്കെ തകരാൻ പോകുക. ചില പുതു ശക്തി, പുതിയ വഴി, പുതിയ ഹൃദയം, പുതിയ ശരീരം, രോഗബന്ധനങ്ങൾ വരെ അഴിഞ്ഞ് ആരാധിക്കുന്ന മണ്ഡലത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക. സ്തോത്രം. ഈ രണ്ട് കൂട്ടരാണ് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് നേരെ, ദൈവ വാഗ്ദത്തമുള്ളവർക്ക് നേരെ, ദൈവിക വാഗ്ദത്തമുള്ള കുടുംബങ്ങൾക്ക് നേരെ, തലമുറകൾക്ക് നേരെ നിൽക്കുന്നെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന സഭയാകട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു സഭ. ഹല്ലേലൂയ. ഇവനെ തകർക്കാൻ നോക്കുമ്പോൾ, ഇവനെ കൊല്ലാൻ നോക്കുമ്പോൾ സഭ സത്യയോടെ പ്രാർത്ഥിച്ചു. വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചക്കയും മാങ്ങായിട്ട് കുഴയ്ക്കുന്നവർ കുഴയ്ക്കരുത്. ഒരു വിഷയത്തെ വെച്ച് സത്യയോടെ പ്രാർത്ഥിച്ചാൽ അത് ഫലിക്കും കേട്ടോ. സ്തോത്രം. ആ പ്രാർത്ഥന വെളിപ്പെട്ടപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. 3 കാവൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇരുമ്പ് ഗേറ്റ് വരെ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിന് പൂട്ട് വിഷയമല്ല. അവൻ താത്വത്തിൻ്റെ മുദ്രയാ. അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവമാകിയാൽ പൂട്ട് തുറക്കാതെ അകർത്ത് കയറിയ ദൂതനാരാന്നറിയാമോ? അത് ഉയർത്തെഴുന്നേറ്റ യേശുവാ. ഇന്ന് ചില പൂട്ട് തുറക്കട്ടെ. വിശ്വസിക്ക. സഭ സത്യയോടെ പ്രാർത്ഥിച്ചാൽ ചില വാക്തത്വമുള്ള, അഭിഷേകമുള്ള കുടുംബങ്ങളും വാക്തത്വമുള്ള ദൈവദാസന്മാരും ദൈവമക്കളാകുന്ന തലമുറകളെ വരെ വെളിയിലിറക്കാൻ പോകുക, ചിലരെ പുറത്താക്കാൻ പോകുക. അകത്തളത്തിൽ ഒതുക്കി കെട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ സ്വർഗമഴിച്ച ഉടകമന ഹറ്റുനരകസ്യ അത്വമന ഘടകസ്യ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ദൂതം കയറിയപ്പം വെളിച്ചം കൂടെ കയറി കേട്ടോ. ദൂതം കയറിയപ്പം വെളിച്ചം അകത്ത് വന്നെന്ന്. ദൂതനൊന്നും തട്ടിയതേ ഉള്ളൂ, ചങ്ങല അഴിഞ്ഞു. ചങ്ങല അഴിഞ്ഞു വീണെന്ന് കിഞ്ഞെന്നൊരു ശബ്ദം. ഉറങ്ങിയവൻ ഉണർന്നു, ഉറങ്ങാതിരുന്ന കാവൽക്കാരും അണ്ണടച്ചു പോയി. സ്തോത്രം. ദൂത് പറഞ്ഞു, എഴുന്നേക്ക്, വേഗം എഴുന്നേക്കാൻ, എടുക്ക ചെരുപ്പ്, ശൂഷർന്നുള്ള ചെരുപ്പിടാൻ. നീ ആ പുതപ്പൊന്നിട്ട് ആ വടിയൊന്ന് പിടിച്ച് എൻ്റെ പുറകെ വാ. 1-ാം കാവൽ കഴിഞ്ഞു, 2-ാം കാവൽ കഴിഞ്ഞു, 3-ാം കാവൽ സ്വർഗം സ്വതവേ തുറന്നു. ഇവിടെ ഇരിക്കാനല്ല, പുറമറ്റത്തും എരവേരിലും നെല്ലാട്ടം കിടന്ന് കറങ്ങാനല്ല. പ്രൈസ് ദി ലോർഡ്. ലൈറ്റുകൾ ചിമ്മുന്ന തെരുവുകളിൽ നിന്നെ അറക്കാൻ, അനേക ദേശങ്ങളിൽ അയക്കാൻ, നിന്റെ തലമുറയെ അയക്കാൻ, തലമുറയെ കെട്ടുവരെ അഴിച്ച് വെളിയിലിറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. അവിശ്വസനീയമാവണ്ണം പ്രാർത്ഥിച്ചവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചോണം. ഈ യഹൂദന്മാരുടെ പ്രതീക്ഷ വരെ പോയെന്ന അവന് സുബോധം വന്നെന്ന. ബന്ധനത്തിൽ നിന്ന് ആർക്കും ഒരു സുബോധം കാണത്തില്ല. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഈ വീട് വിട്ടു പോകുന്ന ദുർനടപ്പുകാരനും ബോധമില്ല. ഒത്തിരി പറയാനുള്ളതാ, പോട്ടെ. പ്രാർത്ഥിച്ചവിടെ അടുത്ത് ചെന്ന് വാറുകൾ മുട്ടിയപ്പോൾ, രോധാരൻ പെൺകുട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസ് വന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തറിയാം? പ്രാർത്ഥിച്ചവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് പകൽ ഒരു കരം ഇവിടെ വെളിപ്പെടുന്നുണ്ട്. നിന്റെ രോഗബന്ധനം അഴിക്കുന്ന, നിന്റെ വീടിന്റെ ഹല്ലേലൂയ വാതിൽ തുറക്കുന്ന, നിന്റെ ശുശ്രൂഷയുടെ വാതിൽ തുറക്കുന്ന ഒരു ഹല്ലേലൂയ കരം ഇന്ന് ഇവിടെ വന്ന് കഴിഞ്ഞു. ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ തട്ടുന്നവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൂതം തട്ടിയപ്പം യാക്കോബ് ഉണർന്നില്ലേ? ഈ ദൂത് കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് ഉണർന്നു.
കുട്ട പിശാചേ, നിനക്ക് കെട്ടാനേ അറിയത്തുള്ളൂ. തട്ടി ഉണർത്തി വെളിയിൽ കൊണ്ടുവരുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഗൂഢാലോചന ചെയ്ത് പ്രൈസ് ദി ലോർഡ് കെട്ടി അകത്തളത്തിൽ ഒതുക്കാൻ നോക്കിയ ഹെരോദാവേ, നിന്നെ തൊടാനല്ല, തട്ടാനില്ല, നിന്നെ അടിക്കാനുള്ള കൈ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം തന്ന ദൈവദാസനും സൂക്ഷ്യം അനുഭവിച്ച ദൈവമക്കൾക്കും സ്നേഹ വന്ദനവും നന്ദിയും അറിയിപ്പിക്കുന്നു.